വലിയങ്ങാടിയിലെ അപകടത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ മാർച്ച് നടക്കുന്നു. കോർപ്പറേഷന് പുറത്ത് ബിജെപിയും അകത്ത് കുത്തിയിരുന്ന കോൺഗ്രസും പ്രതിഷേധിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നും സിനോജ് തോമസ് വിവരങ്ങളുമായി. ആദ്യം അഭിജിത്ത്, കോൺഗ്രസിന്റെ പ്രതിഷേധം കോർപ്പറേഷനകത്താണ്. നേരത്തെ തന്നെ ആ പ്രതിഷേധം തുടങ്ങിയോ? പുറത്ത് ബിജെപിയുടെ പ്രതിഷേധവും കാണുന്നു. ഈ കോർപ്പറേഷൻ ഈ വലിയങ്ങാടിയിലെ അപകടത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അഭിജിത്ത്? തീർച്ചയായും സ്മൃതി, ഇന്നും കോർപ്പറേഷൻ പരിസരം സംഘർഷഭരിതമാവുകയാണ്. ഒരു വശത്ത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, കോർപ്പറേഷന്റെ ഗേറ്റിന് പുറത്ത് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നു. അതേസമയം ഇതിനകത്ത് UDF കൗൺസിലർമാരുടെ പ്രതിഷേധവും തുടരുകയാണ്. ഏറെ നേരമായി ഈ UDF പ്രവർത്തകരുടെ പ്രതിഷേധം ആരംഭിച്ചിട്ട് പ്രധാനമായും ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുക, ഒപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുക, ഒരു ജുഡീഷ്യൽ അന്വേഷണം ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം തുടരുന്നത്. നിങ്ങളൊരു അടിയന്തര കൗൺസിൽ ചേരണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നിലപാട്? തീർത്തും നിരുത്തരവാദപരമായ സമീപനമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത്ര വലിയ ക്രൈസിസ് ഉണ്ടായിട്ട് ഓടി ഒളിക്കുന്ന മേയറെയും ഡെപ്യൂട്ടി മേയറെയാണ് ഇവിടെ കാണുന്നത്. ശരിക്കും വ്യക്തമായ 33% മേൽ ഭൂരിപക്ഷമുള്ള ഒരു പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ കൗൺസിൽ വിളിക്കേണ്ടതാണ്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുക, ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് ആണ് അവർ മാറി നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല, എത്ര കേവലമായിട്ടാണ് ഈ കൊഴിഞ്ഞുപോയ ജീവനുകളെ അവർ കണ്ടിട്ടുള്ളത്. 1 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓരോ ജീവനും മതിയായ രീതിയിൽ 50 ലക്ഷം രൂപ തന്നെയെങ്കിലും നഷ്ടപരിഹാരം നൽകുകയും അതോടൊപ്പം ഈ കുടുംബങ്ങൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്ന സാഹചര്യം. തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. 1 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി നൽകിയത് എന്നുള്ളൊരു വിമർശനം അത് കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടാകുന്നു. നിങ്ങൾ ഈ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാനാണോ തീരുമാനം? യാതൊരു സംശയവുമില്ല. UDF കൗൺസിൽ പാർട്ടി ആവശ്യപ്പെട്ടത് നിയമപ്രകാരമാണ്. 1/3 കൗൺസിലേഴ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് 28 കൗൺസിലേഴ്സ് ഉണ്ട്. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം 24 പേര് മാത്രം മതി. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അടിയന്തര കൗൺസിൽ വിളിക്കാനാണ്. ഈ പറയുന്ന കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപയാണോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. അത് മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കണ്ടിജൻസി വിഭാഗത്തിൽ ഇവിടെ തൊഴിൽ കൊടുക്കണം. അങ്ങനെ സമഗ്രമായ അന്വേഷണം കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ ബിൽഡിങ്ങുകളിലും, പൊളിക്കാനായിട്ടുള്ള മുഴുവൻ ബിൽഡിങ്ങുകളിലും അന്വേഷണം നടത്തി അതിനൊരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിലിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്ക് ഉൾപ്പെടെ വീഴ്ച പറ്റിയെന്നുള്ള ഒരു ആരോപണം കൂടി നിങ്ങൾ ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും നേരത്തെ ഇത് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം കോർപ്പറേഷന് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ എല്ലാ ഡോറുകളിലും ഇപ്പോൾ ഒരു പുതിയ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആളുകളുടെ ജീവനും ആളുകളുടെ സ്വത്തിനും അപകട ഭീഷണിയിലാണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത് എന്ന്. ആ ഉത്തമ ബോധ്യം കോർപ്പറേഷന്റെ അധികാരികൾക്കുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇത് നിലനിർത്തി? എന്തുകൊണ്ട് പുതിയ ലൈസൻസ് അനുവദിച്ചു? എന്തുകൊണ്ട് പുതിയ ഷോപ്പ് തുടങ്ങാനുള്ള അനുമതി നൽകി എന്നുള്ളത് അവർ മറുപടി പറയണം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ നമ്മുടെ മേയറുടെയും അതേപോലെ ഡെപ്യൂട്ടി മേയറുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഫിറ്റാണോ? ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അവിടെ കെട്ടിടം പൊളിഞ്ഞു വീണത് പെട്ടെന്ന് അതിന്റെ സൺഷെയ്ഡ് ഉൾപ്പെടെയുള്ള ആ ഭിത്തി പൊളിഞ്ഞു വീണ് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അൺഫിറ്റ് ആണ് എന്ന് കണ്ടുനിന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് എന്ന് എന്നേക്കാൾ മുതിർന്ന ആളുകൾ, ഇവിടെ നിരന്തരമായിട്ട് വലിയങ്ങാടിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട്. ഈ ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രേഖകളെയൊക്കെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലിൽ ബഹുമാനപ്പെട്ട മേയർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് എന്നുള്ളത്. അതായത് മനസാക്ഷിക്ക് വിധേയമായിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ലൈസൻസ് അനുവദിക്കുന്നതുമായി പെർമിറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അജണ്ട വന്നപ്പം ആ അജണ്ടയിൽ ഈ കച്ചവട സ്വഭാവം മാറ്റുകയാണ് എങ്കിൽ അതിന് നമ്മൾക്ക് പെർമിറ്റ് നൽകാം എന്ന് പറഞ്ഞ് അനുവദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എന്തുകൊണ്ടാണ് ആ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് നമ്മൾക്ക് ഇത്തരത്തിലെ ബിൽഡിങ്ങിന്റെ അടിയിൽ കിടക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റാത്തത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാനാണ്. സ്മൃതി, അങ്ങനെ തന്നെയാണ്. കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ എണ്ണി ചൂണ്ടിക്കാട്ടുകയാണ് കൗൺസിലർമാർ. നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കോഴിക്കോട്
കോർപ്പറേഷന് മുന്നിൽ അകത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അവരുടെ പ്രതികരണവും വളരെ വിശദമായി തന്നെ കണ്ടിരിക്കുന്നു. പുറത്ത് ബി.ജെ.പിയുടെ പ്രതിഷേധം ശക്തമായി തന്നെ നീങ്ങുകയാണ്. അവിടെ സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഇപ്പോൾ പുറത്ത് ബാരിക്കേഡിന് മുകളിലൊക്കെ കയറി നിന്നാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം. എന്താണ് അവിടുത്തെ കാഴ്ച സിനോജ്? സ്മൃതി, അതായത് രണ്ടാം ദിവസവും ബി.ജെ.പി അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണ്. ബി.ജെ.പി സിറ്റി ജില്ലയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കൗൺസിലർമാരുമുണ്ട്. പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രതിഷേധത്തെ പ്രധാന കവാടത്തിൽ തടഞ്ഞിരുന്നു. പക്ഷേ ബാരിക്കേഡൊക്കെ തന്നെ മറിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നാണ് പ്രതിഷേധം നടക്കുന്നത്. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ? ഇപ്പോൾ മേയർ 1 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനസഹായം. അതായത് കേരളത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇന്നലെ വീണിട്ടുള്ളത്. തീർത്തും അൺഫിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്. ഇന്നലെ തന്നെ മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയും രണ്ട് സംസാരമാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് അൺഫിറ്റ് ആണെന്ന്, ഒരാൾ പറയുന്നത് ഫിറ്റ് ആണെന്ന്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ തന്നെ ഒരു ആശയക്കുഴപ്പമാണ്. ഇന്നലെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും മേയറുടെ ചേംബറില്ലായിരുന്നു. അവിടെ അപകടം നടന്ന സ്ഥലത്ത് ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് പെട്ടെന്ന് മേയർ പോവുകയാണ് ചെയ്തത്. ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മരണപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മേയർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേവലം 1 ലക്ഷം രൂപ മാത്രമാണ്. ഇത് മരണപ്പെട്ട കുടുംബത്തിനെ വീണ്ടും അവഗണിക്കുന്നതിന് തുല്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. 25 ലക്ഷം രൂപ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് പ്രഖ്യാപിക്കുക എന്ന ആവശ്യം ബി.ജെ.പി പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിക്കുകയാണ് കോർപ്പറേഷൻ മുന്നിൽ. വലിയങ്ങാടിയിലെ വലിയ ദുരന്തത്തിൽ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം, കോർപ്പറേഷന്റെ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്.